എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ ലിവർ ഫ്രൈ ആണ്. തിക്ക് ഗ്രേവി ആയിട്ടുള്ള ലിവർ ഫ്രൈ. നമുക്കതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിലേക്കായിട്ട് ഒരു സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് വേണ്ടത്. സവോള അധികം ആവശ്യമില്ല. നമുക്കിനി സവോള നീളത്തിൽ അരിയാം. ഒരു സവോള മതിയാവും. നീളത്തിലോ ചെറിയതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അരിയാം. നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. നമുക്ക് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു. അപ്പോൾ വെളുത്തുള്ളി വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി കൊണ്ട് കൂട്ടിയിട്ട് പേസ്റ്റാക്കി ഇടുന്നവരിഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് നീളത്തിലരിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയും നീളത്തിലരിയുന്നു. അപ്പോൾ നമുക്ക് സവോളയും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നീളത്തിലരിഞ്ഞ് റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് അത് വെള്ളം വറ്റി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ചില സൈഡിൽ ഇടില്ല, പക്ഷേ ഞാൻ കടുക് ഇടാറുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കും. അധികം ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കുക, ഒന്ന് കൊടുക്കുക. പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം സത്തെല്ലാം ആ എണ്ണയിലേക്ക് പിടിക്കും. അതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇനി മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റുക. ഒരു ബ്രൗൺ കളറാവുന്നോടം വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ടിയില്ലെങ്കിൽ അത് കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇച്ചിരി ഫ്രൈ ആവുകയാണെങ്കിൽ ടേസ്റ്റും കൂടും. നമ്മുടെ ലിവർ ഫ്രൈ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കും. കളറും കിട്ടും, ടേസ്റ്റും കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. സവോള നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ ഉപ്പ് ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ സവോള ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ആയാൽ മതി. അധികം ബ്രൗണിഷ് ആക്കണ്ട, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ മസാല പൊടികളൊക്കെ ഇടാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ എടുത്താക്കുന്നത് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇറച്ചി മസാല, പിന്നെ ഒരു അര ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞൾപ്പൊടി. അധികം വേണ്ട, കളറിന് വേണ്ടിയിട്ട് ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെഡിയായ സവോളയിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും മുഴുവനും ഇടുന്നില്ല, അത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം. മുഴുവനും ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം സവോളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, മസാല ഇടുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും, പിന്നെ വേറെ ടേസ്റ്റായി പോകും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം മസാലയുടെ പച്ചമണം പോകണം. ഇപ്പോൾ ഇതിൽ ഇച്ചിരി എണ്ണ കുറവുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഇച്ചിരിയുടെ എണ്ണ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കളർ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു പരുവമാണ്. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ലിവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ലിവറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഹാർഡായിട്ട് ഇളക്കരുത്, അത് പൊടിഞ്ഞു പോകും, കാരണം സോഫ്റ്റ് ആണല്ലോ. നമ്മൾ പയ്യൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മസാല അതിൽ പിടിക്കണം. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ ചൂടിലിരുന്ന് അതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങും. നമുക്കിപ്പോൾ ഇച്ചിരി വേണമെങ്കിൽ തീയൊന്ന് കൂട്ടി വെക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. മസാല എല്ലാം നന്നായിട്ട് പിടിക്കും നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ. ആദ്യമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മസാലയൊന്നും പിടിക്കില്ല, അങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പക്ഷേ ഒരുപാട് ഹാർഡായിട്ട് ഇളക്കരുത്. ഹാർഡായിട്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. ഇച്ചിരി തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കുക. നന്നായിട്ട് മസാല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കണില്ല. നമ്മൾ ഈ എണ്ണയിലിട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇളക്കി ഞാനെടുത്തു ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ട ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ലിവറിന് അധികം വേവില്ല, എന്നാലും നമ്മൾ ഒന്ന് വേവിക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പല്ല, 1 ഗ്ലാസ് വെള്ളം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് വെള്ളം കൂടിപ്പോയി എന്നുള്ള ഒരു ഇത് വേണ്ട. ഇത് വെന്ത് പറ്റുമ്പോൾ ഇത് റെഡിയായി എടുക്കും. നമുക്കിതിന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇടയ്ക്കുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പ് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കും. അപ്പം തുറന്ന് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചും കൂടെ പറ്റും. ഈ ഒരു പരുവായിട്ടുണ്ട്. ഒക്കെ നന്ന് കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. കളറും ചേഞ്ച് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. നമ്മൾ ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഗരം മസാലയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മൾ ലാസ്റ്റ് കുരുമുളക് പൊടിയും ഗരം മസാലയും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ലൊരു മണവും കിട്ടും, ഒരു നല്ല ടേസ്റ്റും കിട്ടും. ആ കുരുമുളക് പൊടിയുടെ എരിവും എല്ലാം കൂടെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളപ്പം നന്നായിട്ടൊന്ന് പറ്റി ഒരു ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ ലിവർ ഫ്രൈ ആണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.